പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ തഞ്ചാവൂർ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 1-ാം വാർഷികമാണ്. കഴിഞ്ഞ വർഷമാണ് ഇതേ ദിവസം 18-ാം തീയതി അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടത്. നമുക്ക് നമ്മുടെ അഭിവന്യ പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകാൻ, പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കേന്ദ്രം പോലുള്ള ഓരോ ശുശ്രൂഷകൾ, ഓരോ കാര്യങ്ങൾ ഈ രൂപതയിലുണ്ട്. അതെല്ലാം നന്നായി ഏറ്റെടുത്ത് നന്നായി രൂപതയെ നയിക്കുവാനും ആത്മാവിൻ്റെ നിറവും അഭിവന്യ പിതാവിന് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനചിന്ത ഇപ്രകാരമാണ്. ഒരു ധനികനായ യുവാവ്, അവൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്, നീ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ അവന് വിഷാദിച്ച് തിരിച്ചുപോയി എന്നാണ് പറയാം. നമ്മൾ 1-ാം ഘട്ടം നമുക്കെപ്പോഴും എളുപ്പമാണ്. അതായത് പള്ളി വന്ന് നിൽക്കുകയാണ്, 1-ാം ഘട്ടം റെഡിയായി. പക്ഷേ ഇനിയാണ് പ്രശ്നം. 2-ാം ഘട്ടം നമുക്ക് ആർക്കും, പലരും കംപ്ലീറ്റ് ചെയ്യാറില്ല. പല വിചാരമില്ലാതെ കുർബാന അർപ്പിക്കുക സാധിക്കുമോ? ഈ കുർബാന മധ്യ ഫോൺ ചെയ്യാതെ, വീഡിയോ പിടിക്കാതെ, ഫോട്ടോ ഒന്നും എടുക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മുടെ സമർപ്പണം. അത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ വലിയ സ്നേഹത്തോടെ വന്നിരിക്കുകയാണ്. ഈശോയെ, ഞാനിതാ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും നമുക്ക് അത് പൂർണ്ണമാക്കാൻ പറ്റായ്മയുണ്ട്. നമുക്കത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് വിചിന്തനം ചെയ്യാം. നമുക്ക് ശ്രദ്ധയോടുകൂടെ ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ,
കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങൊരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹവായ്പ് ചൊരിയണമേ. അങ്ങനെ അങ്ങേ എല്ലാറ്റിനും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു, ബാൽ ദേവന്മാരെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അവയ്ക്കു മുൻപിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും സേവിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്ക് എതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ അതിവേഗം വ്യതിചലിച്ചു. അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിപ്പിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. തങ്ങളുടെ ആചാരങ്ങളും മർക്കട മുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കേണമേ. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കേണമേ. കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല. അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ.
അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു, അത് അവർക്ക് കെണിയായി തീർന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായി തീർന്നു. ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് തൻ്റെ അവകാശത്തെ വെറുത്തു. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു. തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധംപതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരാൾ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, സമർപ്പണ ജീവിതമാണ്. നമ്മൾ മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരാണ്. ആരെങ്കിലും കത്തോലിക്ക മാമോദീസ സ്വീകരിക്കാത്തവർ ഉണ്ടെങ്കിൽ അവർ ഈശോയെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നതുകൊണ്ട് തന്നെ അവർ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒന്നാം ഘട്ടം നന്നായി, ഈശോയ്ക്ക് സമർപ്പണം ചെയ്തു. പക്ഷേ രണ്ടാം ഘട്ടം, അതാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് പല വിധത്തിലാണ് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കാം. ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലും അവനോടെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ എടുക്കാം. ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു. ഇതെല്ലാം വിറ്റിട്ട് ഞാനെങ്ങനെ പെരുവഴിപ്പ് കിടക്കുമോ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ അതൊരു സിംബോളിക്കായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം. വിട്ടുകൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. ഞാനതൊക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പം അവൻ ആദ്യം ചോദിച്ചത്
നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പം പരിപൂർണത നിത്യജീവൻ. അവൻ്റെ ചോദ്യം നിത്യജീവൻ പ്രാപിക്കാൻ ഈശോ പറഞ്ഞ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പം നിത്യജീവൻ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ രക്ഷകനായ യേശുക്രിസ്തുവിനെയും അവിടുന്ന് അയച്ച പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം ദൈവത്തെ അറിയുക, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് നമുക്ക് അങ്ങനൊരു ചിന്ത കൂടി നമുക്ക് ധ്യാനിക്കുന്നല്ല. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. ഒന്നാമത്തെ വായനയിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് 2-ാമത്തെ അധ്യായമാണ്, 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അവർ ഒത്തിരി നന്മകൾ ഉണ്ടായവർക്ക്, ദൈവം ഒത്തിരി നന്മകൾ അവർക്ക് വർഷിച്ചു. പക്ഷെ അവർ ബാൽദേവനെ ആരാധിക്കാൻ പോയി. അത് 2-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 2:12. തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി. അതാണ്, അത് ദൈവത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം അവർ നടത്തിയില്ല. 16-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ ന്യായാധിപന്മാർ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. അതാണ് 17-ാമത്തെ വാക്യത്തിൽ, ന്യായാധിപന്മാരെയും അനുസരിച്ചില്ല. പിന്നെ പിതാക്കന്മാരുടെ മാർഗം, പിതാക്കന്മാർ അബ്രഹാം തുടങ്ങിയ ജോസഫൊക്കെ എത്ര സുന്ദരമായിട്ടാണ് കർത്താവിനെ അനുഗമിച്ചത്. പിതാക്കന്മാർ ചെയ്ത വഴി മാർഗം അവരുപേക്ഷിച്ചു. അതാണ്. ഇനിയും 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും കൂടെ. ഇവിടെ നമ്മുടെ ദൈവം എന്ന് നമ്മൾ പറയുമ്പോഴും എൻ്റെ ദൈവം എന്ന് എനിക്ക് പറയാൻ പറ്റും ഇല്ല, നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും എൻ്റെ ദൈവം, എൻ്റെ ഈശോ. കാരണം എൻ്റെ ഈശോ എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉള്ള ദൈവമാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതാണ്, അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവൻ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാലും ന്യായാധിപന്മാരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് മരിച്ചു പോകുമ്പോൾ അവർ പിന്നെയും പഴയ മാർഗത്തിലേക്ക് പോയി. ഇതാണ് പൂർണ്ണമായിട്ടും കർത്താവിന് അനുഗമിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾ ആദ്യഘട്ടമൊക്കെ മാമോദീസയൊക്കെ സ്വീകരിച്ച് പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ 2-ാം ഘട്ടം നമുക്ക് അത് പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല. ഈശോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഭൂമിയിലേക്ക് വന്നത്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നത് ഈശോയുടെ ഭക്ഷണം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അതാണ് അത്രയും പ്രധാനപ്പെട്ട കാര്യമായി ഈശോ അത് കരുതിയിരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അവസാനം നമുക്കറിയാമല്ലോ, ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 36-ാം വാക്യത്തിൽ അത് ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, അങ്ങേക്ക് സാധ്യമാണല്ലോ, ഈ പാനപാത്രം നീക്കിക്കളയാൻ അങ്ങേക്ക് സാധ്യമാണല്ലോ, പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് ഈശോയുടെ പ്രത്യേകത. സമർപ്പണം, എല്ലാ നേരവും സമർപ്പണം തന്നെയാണ്. ദൈവത്തിന് സമർപ്പണം തുടങ്ങി വെച്ചത് അത് അവസാനം വരെ സമർപ്പണം തന്നെയാണ്. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ സമർപ്പണം തന്നെയാണ്. ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്, എല്ലാം അനുസരിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പോൾ അനുസരിക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അനുസരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുസരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സമർപ്പണം അവനെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത്രയ്ക്കൊന്നും എനിക്ക് പറ്റില്ല, ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ, അത്രയും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കുർബാനയിലും നമ്മൾ കുർബാന ആരംഭിച്ചു, കുർബാനയിൽ നമ്മൾ വന്നത് ഒരു സമർപ്പണമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ സമർപ്പണം നടത്തേണ്ടതുണ്ട്. അപ്പം ചിലപ്പോൾ സീറോ മലബാർ ക്രമത്തിലോ മറ്റ് ക്രമങ്ങളിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, കർത്താവേ കനിയണമേ,
കർത്താവേ കനിയണമേ. ഇതിങ്ങനെ പാടിയപ്പോഴും കുറേ മനുഷ്യർ വാ തുറക്കുന്നു പോലുമില്ല. കർത്താവേ കനിയണേ എന്ന് പറയുന്നത് വല്ല തെറ്റാണോ? കർത്താവ് കനിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. എന്നിട്ട് വാ തുറന്ന് കർത്താവേ കനിയണമേ എന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അതാണ് സമർപ്പണം. എനിക്ക് വന്നു നിൽക്കാം, പക്ഷെ ഞാൻ ചൊല്ലിയൊന്നുമില്ല, ഞാൻ പാട്ടൊന്നും പാടില്ല. സമർപ്പണം അത്രയ്ക്ക് എനിക്ക് പറ്റുള്ളൂ. ഇതൊന്നും ചെയ്യല. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളെടുത്ത് ഒരു കള്ളുകുടിയൻ്റെ സമർപ്പണം എന്ന് ചിന്തിച്ച കള്ളുകുടിയൻ എടോ താനതും കള്ളുകുടിയൊക്കെ ഒന്ന് നിർത്തണോ, വേണമെങ്കിൽ സഹിച്ചാൽ മതി, എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിലുള്ള ആളുകളുടെ സമർപ്പണം എന്ന് ചോദിച്ചാൽ, വീട്ടിലുള്ള ആളുകൾ അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾ, അമ്മ, ഭാര്യ, ചിലപ്പോൾ മക്കൾ, അവർ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നു, വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നു, അവർ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ഇയാളുടെ വസ്ത്രമൊക്കെ കഴുകി കൊടുക്കുന്നു, ഇയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, ഇയാൾ കഴിച്ച ഭക്ഷണ പ്ലേറ്റ് കഴുകി വയ്ക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ കള്ളുകുടിയൻ്റെ സമർപ്പണം എത്രമാത്രമാണ്? ഒരു കള്ളുകുടിയൻ്റെ സമർപ്പണം, കുടുംബത്തോടുള്ള സമർപ്പണം എന്താണ്? ബാക്കിയുള്ളവർ വീടിനോട് കാണിക്കുന്ന സമർപ്പണം. വീടെന്ന നമ്മൾ റിയലായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലത്തോട് വീട്ടിലുള്ളവർ കാണിക്കുന്ന സമർപ്പണത്തോട് നമ്മൾ ഓരോരുത്തരും എത്ര വിധത്തിലാണ്, ഏത് വിധത്തിലാണ് നമ്മളത് ചെയ്യുന്നത്? അത് നമ്മളൊന്ന് ധ്യാനിച്ച നമുക്ക് അത്. ഇനി ഒരു യുവാവ് കുറേ പ്രാവശ്യം 6-ാം പ്രമാണം ലംഘിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വ്യഭിചാര സ്ഥലത്ത് പോയിട്ടല്ല ചെയ്തത്, സ്വന്തം വീട്ടിൽ തന്നെയാണ് ചെയ്തത്. നല്ല ക്ലവറായിട്ട് നോക്കിയും കണ്ടൊക്കെ ആളെ വിളിച്ച് കയറ്റുന്നൊന്നും ആരും കാണുന്നൊന്നുമില്ല, വളരെ ക്ലവറായിട്ട് ചെയ്തു. അപ്പോൾ 6-ാം പ്രമാണ ലംഘനമാണല്ലോ. ഇന്നത്തെ അവൻ വ്യഭിചാരം ചെയ്യരുത്, അതൊക്കെ ഞാൻ പാലിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഈ യുവാവ്, എടാ സ്വന്തം വീട്ടിൽ ചെയ്യരുതടാ തെറ്റ്. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്, സ്വന്തം വീട്ടിൽ പാപം ചെയ്തില്ലടാ. അപ്പനും അമ്മയൊക്കെ വീട്ടിൽ പ്രാർത്ഥിച്ച് വീട് അഭിഷേകമാക്കി അങ്ങനെ വെച്ചിരിക്കുക, അപ്പം കൊണ്ടുവന്ന് പാപം ചെയ്തേക്കണം. അപ്പം അവൻ പറഞ്ഞ മറുപടി എന്താണ്? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് അച്ഛാ. സമർപ്പണം ചിന്തയിൽ പോലുമില്ല, അതാണ് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ന്യായമുണ്ട്, നമുക്ക് വർത്തമാനം പറയാൻ വാക്കുകളുണ്ട്, നമുക്ക് കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാനിപ്പോൾ ചെയ്താൽ എന്താ കുഴപ്പം? അതാണ് നമ്മുടെ സമർപ്പണം. ഇനി നമ്മൾ കുമ്പസാരിക്കാൻ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുമ്പസാരിക്കാൻ വരുന്നത് ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ബീച്ചിൽ പോകുന്നത് പോലെയാണ് കുമ്പസാരിക്കാൻ വരുന്നത്. പണ്ടൊക്കെ തലയിൽ സ്കാഫൊക്കെ ധരിച്ച് മണവാട്ടിമാരെ പോലെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ പെൺകുട്ടികൾ വരെ സ്കാഫൊന്നും ഇടാതെ കുമ്പസാരിക്കാൻ വരുന്നു. കുമ്പസാരം, അപ്പോൾ എടാ കുമ്പസാരിക്കാൻ പോകുകയല്ലേടാ, നല്ല ഡ്രസ്സിട്ട് പോടാ എന്ന് പറഞ്ഞപ്പോൾ, അത് കുമ്പസാരമല്ല, അത് കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല, കുർബാനക്കല്ലല്ലോ പോകുന്നത്. കുർബാനയും കുമ്പസാരവും ഒരേ കാര്യം തന്നെയല്ലേ? കൂതാശയല്ലേ? ഒരു കൂതാശയോട് ഡ്രസ് കോഡിൻ്റെ പേരിൽ പോലും നമ്മൾ കൊടുക്കുന്ന സമർപ്പണം എന്താണ്? സമർപ്പണം. ഒരു ഡ്രസ് കോഡിൻ്റെ പേരിൽ പോലും കൂതാശ തന്നെയാണ്. അത് ദൈവവര പ്രസാദം നമ്മിലേക്ക് വരുന്ന കാര്യമാണ്. ഈശോ കുരിശിൽ മരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത്, പ്രസാദവരം കിട്ടുന്നത്. പാപമോചനം കിട്ടാനും പ്രസാദവരം കിട്ടാനുമാണ് കുമ്പസാരിക്കുന്നത്. വീട്ടിലിരുന്ന് നേരിട്ട് പറഞ്ഞാൽ പാപമോചനവും കിട്ടിയല്ല, പ്രസാദവരവും കിട്ടിയല്ല. ഈ പാപമോചനവും പ്രസാദവരവും കിട്ടുക എന്നത് നിസ്സാര കാര്യമാണോ? ബീച്ചിൽ പോയി കടല പെറുക്കി തിന്നുന്നത് പോലെയുള്ള ലാഘവത്തോടെയാണ് കുമ്പസാരിക്കാൻ വരുന്നത്. അതാണ് സമർപ്പണം. നമ്മൾ സമർപ്പിച്ചിട്ടൊന്നുമില്ല, നമ്മളൊരു പേരിന് മാത്രം നമ്മുടെ സമർപ്പണം നമ്മൾ ചിന്തിക്കണം. ഇനിയും നാവില് ചിലപ്പോഴൊക്കെ ഇങ്ങനെ നാവ് ചുവന്നിരിക്കും. കുർബാനക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കുർബാന ഉയർത്തി നാവിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോൾ നാവ് ചുവന്നിരിക്കും, നാവിലേക്ക് തരില്ല. ഈ നാവിൽ ഞാൻ തരില്ല കുർബാന. അപ്പം കൈ നീട്ടുന്നു,
കുഴപ്പമില്ല, ഞാൻ കയ്യിൽ സ്വീകരിച്ചോളാം, ഈ കുർബാന നാവിലേക്ക് തന്നെയല്ലേ വെക്കുന്നത്. അപ്പം കയ്യിലും കൊടുത്തില്ല. നമുക്കെന്തേ 1 മണിക്കൂർ ഉപവാസം കുർബാന സ്വീകരണത്തിന് മുൻപ്, വേണ്ടത്ര ഒരുക്കവും ഭക്തിയും. കുർബാന സ്വീകരിക്കാൻ നമുക്ക് പ്രസാദപരവസ്ഥ ഉണ്ടായിരിക്കണം. അപ്പം കുർബാന ഈശോ, അതേ ഈശോ, അപ്പത്തിൽ യഥാർത്ഥത്തിലുള്ള ഈശോ നമ്മുടെ നാവിലേക്ക് വരുമ്പോൾ നമ്മുടെ സമർപ്പണം ഇങ്ങനെയാണോ? കള്ളു കുടിച്ചിട്ട് അതിൻ്റെ മണം പോലും മാറാത്ത അവസ്ഥയിൽ കുമ്പസാരക്കൂടിനെ സമീപിക്കുന്നതും ആരും അറിയാതെ കള്ളു കുടിച്ച അവസ്ഥയിൽ കുർബാന സ്വീകരിച്ചിട്ട് പോകുന്നതും സമർപ്പണമാണോ? ഇതാണോ സമർപ്പണം? അത്രയ്ക്കൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഇത്രയ്ക്കേ പറ്റുള്ളൂ. അതെങ്ങനെ ശരിയാകും? അതാണ്. അതുപോലെ തന്നെയാണ് ദുരാചാരം. ഞാൻ പള്ളിയിലൊക്കെ വരാം, ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകാം, കുർബാനയൊക്കെ സ്വീകരിക്കാം, കുമ്പസാരിക്കാം, കുടുംബ പ്രാർത്ഥന ചൊല്ലാം. പക്ഷെ ഞാൻ ചരട് കെട്ടിയിട്ടേ ഞാൻ പോകൂ, ഞാൻ തൂവാല കെട്ടിയിട്ടേ ഞാൻ പോകൂ, ഞാൻ താക്കോലൊക്കെ പൂട്ടിയിട്ടേ പോകൂ. ഇത് സമർപ്പണം. കർത്താവിനെ പിടിച്ചിട്ട് കർത്താവിനെ വിട്ടിട്ട്, ഇന്നത്തെ 1-ാം വായന ഇതാണ്, അവർ ചെയ്ത തെറ്റതാണ്. കർത്താവ് കൂടെ ഉണ്ടായിട്ടും ഇവിടെ ഈശോയ്ക്ക് സഹനത്തിന് വല്ല കുറവുണ്ടായോ? മറിയത്തിന് സഹനത്തിന് വല്ല കുറവുണ്ടായോ? അവർ വിട്ടുകളഞ്ഞില്ല, അവർ കർത്താവിനെ വിട്ടുകളഞ്ഞില്ല. അതാണ് സമർപ്പണം. രോഗം വന്നാലും, കുഞ്ഞുങ്ങളില്ലാണ്ടായാലും, വിവാഹം നടക്കാണ്ടായാലും കർത്താവിനെ വിടരുത്. അതാണ് സമർപ്പണം. കർത്താവിനെ പിടിച്ചിട്ട് എനിക്കൊരു കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ പിടിച്ചു, കർത്താവിനെ കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ടും ഈ തരത്തിൽ നോക്കിയാണെങ്കിൽ ഒരു സമർപ്പണവും ചെയ്തിട്ടില്ല. ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ടെല്ലാം വേണമെന്ന് പറയുന്നത് അതെന്തൊരു രീതിയാണ്? ഇപ്പം അതേ മാതാവിൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്. മാതാവിൻ്റെ ബർത്ത്ഡേ ഏറ്റവും അടുത്തുള്ള ഒരു കൂട്ടുകാരനോട്, കൂട്ടുകാരനോട്, എടാ നിന്റെ ബർത്ത്ഡേ അല്ലേടാ, എനിക്കൊരു ഗിഫ്റ്റ് താടാം എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഈശോയെയും മാതാവിനെയും ചങ്കോട് ചേർത്ത് പിടിച്ച് അവരുടെ ചങ്കായി മാറി അവരോട് നല്ല കൂട്ടുചേർന്ന് നിന്ന് അവരോട് ചോദിക്കാം, അനുഗ്രഹം തരും, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരും. അപ്പോൾ ഇതാണ് സമർപ്പണം. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുകയില്ല. നമുക്ക് ഒരു അല്പം പോലും ആത്മാർത്ഥതയില്ല ദൈവത്തോട്. കുർബാന അർപ്പിക്കുമ്പോൾ അല്പം പോലും ആത്മാർത്ഥതയില്ല. നമ്മുടെ കണ്ണുകളിൽ പോലും ആത്മാർത്ഥതയില്ല, നമ്മുടെ വാക്കുകളിൽ പോലും ആത്മാർത്ഥതയില്ല. നമുക്ക് പാടാനോ പ്രാർത്ഥിക്കാനോ ചൊല്ലാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അതാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഞങ്ങൾക്ക് ഈ സമർപ്പണം കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ. ഓരോന്നോരോന്ന് ചകഞ്ഞ് നമ്മളിങ്ങനെ പരതി നോക്കിയാൽ ലേശം പോലും സമർപ്പണമില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പോകുന്നു എന്നാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മുന്നിൽ ഈശോയും മാതാവുമാണ് ഏറ്റവും വലിയ സമർപ്പണം. ആ കുതിരപ്പുറത്തുനിന്ന് വീണ സാവൂള് പോലും കുതിരപ്പുറത്തുനിന്ന് വീണ ഉടനെ പറഞ്ഞത്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. നടപടി 22:10. കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അത്ര നേരം കർത്താവിൻ്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ പോലും കീഴ്മേൽ മറിഞ്ഞു. അവൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിക്കിടന്നവൻ തിരിച്ചു വന്നപ്പോൾ അവനുണ്ടായ ശാന്തത, അത് സമർപ്പണമാണ്. അവനൊരു പിറുപിറുപ്പുമില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അവൻ പാപം മാത്രം ഏറ്റുപറഞ്ഞു. അവന് പോലും ഉണ്ട് സമർപ്പണം. പന്നിക്കൂട്ടിക്കിടന്നവന് പോലും ഉണ്ട് സമർപ്പണം. നമുക്കെന്ത് സമർപ്പണമില്ലാത്തത്? നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തെ ഹൃദയേ സംഗ്രഹിച്ചവളേ, ലോകരക്ഷകനെ ഉദരെ സംവഹിച്ചവളേ, ദൈവവചനത്തെ ഹൃദയേ സംഗ്രഹിച്ചവളേ, ലോകരക്ഷകനെ ഉദരെ സംവഹിച്ചവളേ, കർത്തൃദാസിയായി ദൈവ തിരുമനസ്സിനായി സ്വയം സമർപ്പണം ചെയ്ത വിനയശാലിനി ദൈവമാതാവേ, നിർമ്മല കന്യകാമരിയേ, ദൈവപുത്രനു നീ മഹിയിൽ ജന്മമരുളി നീ
കൃപ നിറഞ്ഞവളെ സ്ത്രീകളിൽ ഏറ്റവും ധന്യേ, രക്ഷകൻ നമ്മെ സകല മാനവർക്കമ്മേ. അമ്മയെപ്പോലെ പരിപൂർണ സമർപ്പണം ചെയ്യാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചരാ കൈകളിൽ നാദാ, ഈടുന്നു എങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി, കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയൊക്കെ അവിടെ ദർശനങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നെ വാർപ്പിച്ചുകൊണ്ട് അങ്ങെ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനൊക്കെ ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമോദരീ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞുമത് പിണ്ടലമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്ക് ധന്യതുമായി ഹോസാന ഹോസാന.
ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പറേ അങ്ങേ മരണമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ
പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ഇന്ന് മെത്രാഭിഷേകത്തിന് 1-ാം വാർഷികം കൊണ്ടാടുന്ന സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങെ പ്രസാദിപ്പിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ
അവൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങളങ്ങ് കാരുണ്യത്തിനായി താഴ്മയോടെ ക്ഷണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.